ചേട്ടന്മാരെ ചേച്ചിമാരെ, കേരള സ്റ്റോറിയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഒത്തിരിയേറെ വിവാദങ്ങളും. അതിൽ പ്രധാനപ്പെട്ട വിവാദം ആ സിനിമയിലെ നായികാ കഥാപാത്രത്തിന് നിർബന്ധിച്ച് ബീഫ് നൽകുന്ന രംഗമാണ്. കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ ചില സംഘടിത താല്പര്യക്കാർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെ പ്രകോപിതരാകാൻ കാരണമായിട്ട് തീർന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്ന പ്രധാന ഇതിവൃത്തം ബീഫാണോ, അതോ കേരളത്തിലും ഭാരതത്തിലും വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന്, പ്രണയത്തിൻ്റെ മറവിൽ വിവാഹിതരായി അതിനുശേഷം നിർബന്ധിതമായിട്ട് മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്നുവെന്ന് ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളും നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയത്തെ ഒരിക്കൽ കൂടി പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. നമുക്കെപ്പോഴുമുള്ള ഒരു പ്രശ്നം, യഥാർത്ഥത്തിൽ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് വലിയ കാര്യത്തെ മറന്നുപോകുന്ന ഒരു പ്രതിസന്ധിയാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നീതി എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ടവനിലേക്ക് എത്തേണ്ടതാണ്. ആ നീതി അത് ഒരു വ്യക്തിക്കാണെങ്കിലും 100 വ്യക്തികൾക്കാണെങ്കിലും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. നീതി ലഭിക്കാനാണ് നമ്മൾ പ്രതികരണങ്ങൾ നടത്തേണ്ടത്. എങ്കിൽ കേരള സ്റ്റോറി ഒരു നീതിയുടെ പോരാട്ടമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കടുവ ഇറങ്ങിക്കഴിയുമ്പോൾ, മനുഷ്യരെ കൊന്നു തിന്നുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ഭരണാധികാരികളാണ്, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ അത് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ സ്വന്തം കൂടപ്പിറപ്പിനെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഒരു കാര്യം, ഇതാ കടുവ ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കടുവ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ്. കേരള സ്റ്റോറി എന്ന സിനിമ ഒരു തരത്തിൽ ഈ ഒരു ബോധവൽക്കരണമാണ്. കടുവയിൽ നിന്ന് സ്വന്തം പെങ്ങളെയും ഭാര്യയെയും മകളെയും രക്ഷിക്കാൻ നടത്തുന്ന ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് കടുവകൾ നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി തീർന്ന് ആ കേരള സ്റ്റോറിയിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം കുടുംബാംഗങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. നന്ദി.